മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് വയനാട് ക്യാമ്പിൽ തർക്കം. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത യോഗത്തിലാണ് തർക്കവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തുടർ ചർച്ചകൾ ഉൾപ്പെടെ ചോർന്നു. വയനാട് മുണ്ടക്കൈയിലെ പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വയനാട് ക്യാമ്പിൽ തർക്കമുണ്ടാകുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തർക്കം. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജക കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ തുടർ ചർച്ചകൾ ഉൾപ്പെടെ ചോർന്നിട്ടുണ്ടെന്നാണ് വിവരം. ലിനറ്റ് വർഗീസ് നൽകും വിശദാംശങ്ങൾ. ലിനറ്റ്, ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ചില വിമർശനങ്ങളും തർക്കങ്ങളും ഒക്കെ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ഈ ക്യാമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 25ഓളം വീടുകളാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി പണിതു കൊടുക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് വിവിധ കമ്മിറ്റികളിൽ നിന്നായിട്ട് 2.5 ലക്ഷത്തോളം രൂപയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിരിച്ചുകൊടുക്കാൻ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡല കമ്മിറ്റികൾ 2.5 ലക്ഷം രൂപയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറേണ്ടിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇത്തരത്തിൽ ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ 2 ലക്ഷം രൂപ കൈമാറേണ്ടത് എത്രയും പെട്ടെന്ന് നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് സംസ്ഥാന ഭാരവാഹികളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ നടത്തുന്നത്, യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകൾ നടത്തുന്നത്. ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഫണ്ട് പിരിവിനെ ചൊല്ലിയുള്ള വിമർശനങ്ങളാണ് ഈ ക്യാമ്പിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ക്യാമ്പിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്നലെയാണ് ഇത്തരത്തിൽ വയനാട്ടിൽ ഈ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതേ തുടർന്ന് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ക്യാമ്പായിരുന്നു. അതിൽ നിയോജക മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ആരൊക്കെയാണ് ഇതിൽ പൈസ കൊടുത്തിരിക്കുന്നത്, എത്ര രൂപയാണ് നൽകിയിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ അവർ ചോദിച്ചിരുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള തർക്കമാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു മാനന്തവാടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയോജക മണ്ഡല കമ്മിറ്റിയിലെ നേതാക്കന്മാരുടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ കമ്മിറ്റികളൊക്കെ തന്നെ ഈ 31-ാം തീയതിക്കകം ഇത്തരത്തിൽ പണം നൽകണമെന്ന ആവശ്യമാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം രൂപയാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ വ്യക്തത വരുത്തണമെന്നാണ് ഇവരുടെയൊക്കെ തന്നെ ആവശ്യം. അതോടൊപ്പം തന്നെ അടയ്ക്കാനാവാത്ത കമ്മിറ്റികളെ പിരിച്ചുവിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ നിയോജക മണ്ഡല കമ്മിറ്റി ആളുകളൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അവരുടെ വിമർശനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നത് ഒക്കെയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയ്ക്കകത്തെ ചർച്ചകളാണ് ഇതെന്നും ഫണ്ട് ശേഖരണത്തിലെ നടപടി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് വയനാട് ജില്ലാ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്.